നമസ്കാരം. എൻ്റെ സഹധർമ്മിണിൻ്റെ ബുദ്ധി കണ്ടോ? ഭയങ്കര ഐഡിയ ഉള്ള ആളാണ്. നോക്കിയോട്ടോ, അത് അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് പാത്രം കഴുകാൻ വേണ്ടി അവൾ അടുക്കി വെച്ചിട്ട്, പാത്രം കഴുകാനുള്ള ഒരു സ്ലാബൊക്കെ വെച്ച് ഇഷ്ടികയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അത് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഒരു തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ കുറ്റിയാണ് അതിൻ്റെ താഴെ. കാണിച്ചു തരാം കേട്ടോ, അടുത്ത് വെച്ചിട്ട്. ഇതാട്ടോ, അതിൻ്റെ മുകളിൽ പാത്രമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് തെങ്ങിൻ്റെ കുറ്റിയാണ്, കുറ്റിൻ്റെ മേലെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടികയൊക്കെ വെച്ച് പൊക്കി ആൾക്ക് കുനിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ചെയ്യാലോ പറഞ്ഞിട്ട്. ഇത് കണ്ടോ, ബെഞ്ച് പോലെ ഇരിക്കുന്നത്. ഇത് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ, കഴുകിയ പാത്രം കമഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടപ്പക്കല്ലുണ്ടായിരുന്നു, അതിനെ എടുത്തിട്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ എവിടേക്കാണ് പോകണമെന്നറിയോ? ഇതാണ്ടോ, ഇതൊരു സീതപ്പഴമാണ്, അതായത് ചീതാരങ്ങ പറയും, ചോപ്പ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ സീതപ്പഴമാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു പപ്പായി ഉണ്ട്, വാഴയുണ്ട്. താഴെ ഇവിടെ പൈനാപ്പിൾ ചെടി 2 വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഴയുണ്ട്, അവിടെ അപ്പുറത്തൊരു പ്ലാവും ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ, ഇതിലേക്ക് വെള്ളം മൊത്തം ഇതിലേക്കാണ് പോവുക, നനഞ്ഞ് ഇറങ്ങി പോകുന്നത്. ഇത് പാത്രം കഴുകുന്ന വെള്ളം മുഴുവൻ ഈ ഭാഗത്ത് പോകും. നല്ല വളക്കൂറ് കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട് അവളുടെ ബുദ്ധി? നല്ല ബുദ്ധിയാണെന്ന് തോന്നി എല്ലാവരും ലൈക്ക് ചെയ്യൂട്ടാ.